ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിലുള്ള പഠനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് യഥാർത്ഥ വിശ്വാസം എങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്നതാണ്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിൻ്റെ ബാക്കിയാണ് വിശ്വാസത്താലുള്ള വിശുദ്ധീകരണം. വിശ്വാസത്താൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി മാറുന്നു എന്ന് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരാളുടെ ഉള്ളിലുള്ള വിശ്വാസം അയാളുടെ എല്ലാ പ്രവൃത്തിയിലും അയാളുടെ ചിന്തകളിലും എല്ലാം വ്യാപിക്കും എന്നുള്ളതാണ്. യഥാർത്ഥ വിശ്വാസമാണ് ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഫലം കൊടുക്കാതിരിക്കുകയില്ല എന്ന് യാക്കോബ് നമ്മോട് പറയുന്നു. യാക്കോബിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രായോഗികമായ സാങ്ക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഫെയ്ത്ത് നമ്മളെ പ്രായോഗികമായി വിശുദ്ധരാക്കി മാറ്റുന്നത്, നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഒരു വാണിംഗ് തരും, മുന്നറിയിപ്പ് തരികയാണ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നിങ്ങൾ വചനം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങരുത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോഗമില്ലാതെ ഒരാളും വചനം പഠിപ്പിക്കാൻ ഇറങ്ങരുത്. നമുക്ക് ഈ ചുറ്റുമുള്ള നമ്മുടെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ കാത്തലിക്സ്, ഓർത്തഡോക്സ്, CSI, ബാപ്റ്റിസ്റ്റ്, മർത്തോമ, ഇവർക്കെല്ലാം നിയതമായൊരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആളുകളാണ് ശരിക്കും വചനം അവരുടെ ചർച്ചിൻ്റെ ഡോക്ട്രിൻസ് എന്താണെന്ന് പഠിപ്പിക്കുന്നു. അവരുടെ ചർച്ചിൻ്റെ ഡോക്ട്രിൻസ് അവർക്ക് ശരിക്കും അറിയാം. എന്നാൽ പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് പറയുന്നൊരു വൈഡ് ചർച്ച ആയതുകൊണ്ട് അനേകം തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഉള്ളതായതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ എന്ന് പറഞ്ഞാൽ അനേകം ചർച്ചുകൾ സ്പ്രൗട്ട് ചെയ്യുന്നുണ്ട്. പല ചർച്ചുകളും മുമ്പോട്ട് പോകുന്നത് ഡോക്ട്രിനലി കറക്റ്റായിട്ടുള്ള ടീച്ചിങ്സിനെ ബേസ് ചെയ്തിട്ടല്ല, നല്ലപോലെ വചനം സംസാരിക്കാൻ അറിയാവുന്ന, അത് തെറ്റായാലും ശരിയായാലും മനുഷ്യരുടെ കഴിവുകളെ ആശ്രയിച്ചാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ, ഇനി കൃപാവരവും ഇല്ലാതെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുന്ന ചിന്തകളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലമാണിത്. ആർക്ക് വേണമെങ്കിലും ബൈബിൾ എടുത്ത് 4 വാക്ക് മറ്റൊരാൾക്ക് അത് രസിക്കാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ടീച്ചറായി എന്നുള്ളൊരവസ്ഥയാണ്. ഉപദേഷ്ടാവ് എന്ന് പറയുന്നൊരു കൃപാവരമാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ കൃപാവരം, ഉപദേഷ്ടാവ് എന്നുള്ളൊരു കൃപാവരം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മൾ ഓരോ ശുശ്രൂഷയിലും ഓരോ സംസാരത്തിലും യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തു വെളിപ്പെടുത്തപ്പെടണം, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തപ്പെടണം. അത് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയല്ല, ദൈവരാജ്യത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി, ദൈവത്തിൻ്റെ ഗ്ലോറിക്ക് വേണ്ടി അത് വെളിപ്പെടുത്തപ്പെടണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതിന് ഉപദേഷ്ടാവിൻ്റെ കൃപാവരത്തിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന എല്ലാ കൃപാവരങ്ങളുടെയും ക്രിസ്തു എന്ന തല ഗ്ലോറിഫൈ ചെയ്യപ്പെടണം, വെളിപ്പെട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വേദോസം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രസിദ്ധമാക്കാൻ പറ്റാത്ത ശുശ്രൂഷകൾ, അനേകം ഉപദേഷ്ടാക്കന്മാർ ട്രെയിനിങ്ങുമില്ല, കമ്മീഷനിങ്ങുമില്ല, ആത്മാവിൻ്റെ നടത്തിപ്പുമില്ലാതെ, ആത്മാവിൻ്റെ നടത്തിപ്പെന്ന് ഞാൻ റാഡിക്കലായിട്ട് പറഞ്ഞാൽ, ചുമ്മാ റാൻഡമായിട്ട് പറഞ്ഞാൽ പോരാ, ആത്മാവിൻ്റെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്ന, ക്രിസ്തുവിനെ ഉയർത്തുന്ന, ആത്മാവ് തരുന്ന വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ടീച്ചിങ്സിൻ്റെ ആ ഒരു കൃപാവരം ഇല്ലാത്ത ആളുകൾ ഉപദേഷ്ടാക്കന്മാരാകുന്ന ഒരു കാലമാണ് ഇത്. അപ്പോൾ അയാൾ നല്ലപോലെ പ്രസംഗിച്ചാൽ പിന്നെ അയാൾ ടീച്ചറാകുകയാണ്. ഇപ്പോൾ തൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ സമർത്ഥമായി പറഞ്ഞു പിടിപ്പിക്കുന്നു. അങ്ങനെ യാതൊരു ലക്കും ലഗാനും ഇല്ലാത്ത അനേക ഉപദേഷ്ടാക്കന്മാരുണ്ട്. അവരുടെ എല്ലാം പിറകെ പോകാൻ ആളും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളവരോട് ചോദിക്കണം, നിങ്ങൾ ഏത് ഫെയ്ത്താണ് ഫോളോ ചെയ്യുന്നത്, ഏത് ഡോക്ടറിനാണ് ഫോളോ ചെയ്യുന്നത്, നിങ്ങൾ ഏത് ചർച്ചിൻ്റെ ഭാഗമാണ്, നിങ്ങൾ ഏത് ചർച്ചിലെ ശുശ്രൂഷയാണ്, ഏത് ചർച്ചിലെ ഉപദേശങ്ങളാണ് വിശ്വസിക്കുന്നത്. അത് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാകും. അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഉപദേഷ്ടാവാകുന്നവൻ തൻ്റെ നാവിനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് ഈ അധ്യായത്തിൽ കാണാവുന്നൊരു കാര്യമാണ്. അശ്ലീലമായ വാക്കുകൾ ഉപയോഗിക്കുകയും സഹോദരനെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റുള്ളവരെ ദുഷിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന നാവ് കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കാൻ അധികാരമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എടുത്ത് പെരുമാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാവ് അതിനായി ഒരുക്കേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ആ കോളിംഗ് ഉള്ളവർ അങ്ങനെ ചെയ്തേ പറ്റൂ. നമ്മുടെ നാവിൽ അസഭ്യമായതും ക്രോധം ജ്വലിപ്പിക്കുന്നതും ദേഷ്യം പിടിപ്പിക്കുന്നതുമായ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും മുറിവേൽപ്പിക്കുന്നതും നിന്ദിക്കുന്നതുമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം. നിങ്ങൾ കർത്താവിൻ്റെ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ചു കൊള്ളുക. കാരണം ഒരേ നാവിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പോൾ ഉപദേഷ്ടാവാകുന്ന ഒരാൾ വാക്കിൽ തെറ്റാതെ തൻ്റെ ശരീരത്തെ സൂക്ഷിക്കണമെന്ന് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിപ്പിക്കുന്നു. വീട്ടിലായാലും വെളിയിലായാലും നമ്മുടെ വാക്കുകൾ പലപ്പോഴും അത് വലിയൊരു പ്രലോഭനവുമാണ്. നമ്മൾ എത്ര പ്രകോപിതരായാലും അസഭ്യം, മോശമായത്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ നുകരാൻ പാടില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാലിക്കാനും കരുണ കാണിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്നവർ എത്ര പ്രൊവോക്ഡ് ആയാലും
എത്ര വേദനയോടെ കടന്നു പോയാലും വേറൊരാൾ മുറിവേൽക്കാതിരിക്കാൻ, നമ്മളെ അറ്റാക്ക് ചെയ്യുന്നവരായിരിക്കാം, അവരെ പോലും നമ്മൾ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒന്നും പറയാൻ പാടില്ല. കാരണം നമ്മൾ വേറൊരാളെ നിന്ദിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനമെടുത്ത് ഉപദേശിക്കാനുള്ള അധികാരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉപദേഷ്ടാവ് സൂക്ഷിക്കേണ്ട ചില വഴികളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഉപദേഷ്ടാക്കളെക്കുറിച്ച് മാത്രമല്ല, എല്ലാവരെക്കുറിച്ചും എല്ലാ വിശ്വാസികളെക്കുറിച്ചുമുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ കേൾക്കുന്നത്. നാം എല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പം ഒരു വാക്കിൽ തെറ്റാതെ സൂക്ഷിക്കുക, അധികം സംസാരിക്കാതിരിക്കുക, സംസാരത്തെ ലിമിറ്റ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, പൊട്ടച്ചൊല്ല കളിവാക്ക് അങ്ങനെയൊന്നും പറയും, തമാശ ഒന്നും പറയുന്നത് എനിക്കിഷ്ടമില്ല. ഈ തമാശിനെതിരെ ഒത്തിരി ആളുകൾ സംസാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടച്ചൊല്ല കളിവാക്കെന്ന് ഉദ്ദേശിക്കുന്നത് ലൈംഗികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികതയെ ചൊല്ലിയുള്ള ജോക്കുകൾ, തമാശകൾ, കളിയാക്കലുകൾ അത് ദൈവത്തിന് വിരോധമാണ്. കാരണം ദൈവം അത് ഒരു വിശുദ്ധമായ കാര്യമായി നമുക്ക് നൽകിയത് സ്തോത്രത്തിന് വേണ്ടി മാത്രമേ, സ്തോത്രത്തോടെ മാത്രമേ അതിനെ ഓർക്കാവൂ. അതൊരിക്കലും പൊട്ടച്ചലും കളിവാക്കുമായി അധപ്പതിപ്പിക്കരുതെന്നാണ് അത് ശരിക്കുമുള്ള അർത്ഥം. അതുകൊണ്ടാണ് സ്തോത്രം അത്രേ വേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ സ്തോത്രം ചെയ്യുന്നതിന് പകരം അതിനെ കളിയാക്കുന്ന, ആ ഒരു ലൈംഗികതയെ കളിയാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കില്ല. അത് നിർദോഷമായൊരു തമാശ പറയരുതെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെ തമാശ എന്നുള്ള രീതിയിലോട്ട് പോകാനും പാടില്ല. വി ഹാവ് ടു ബി സീരിയസ്. അതേസമയത്ത് ഒരു തമാശ പാടില്ല, ചിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു വളരെ ഹാർഡായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ അതിന് ആവശ്യമില്ല. പക്ഷെ നാവ് നമ്മൾ സൂക്ഷിക്കുന്ന വേറെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സൽഗുണപൂർത്തിയുള്ള പുരുഷൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് നാവിനെ സൂക്ഷിക്കാനുള്ള അവൻ്റെ കഴിവാണ്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുതിരയെ അധീനമാക്കുവാൻ വായിൽ കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നവർ. അപ്പോൾ നാവ് എന്ന് പറയുന്ന ഒരു വസ്തു എങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് അവൻ്റെ ശരീരത്തെ മുഴുവൻ അതിനെ തിരിക്കാൻ പറ്റുന്ന ഒരു കടിഞ്ഞാൺ പോലെ ഈ നാവ് പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഒരു സഭ, നിങ്ങളൊരു സഭയെ സങ്കല്പിച്ച് നിങ്ങളുടെ സഭയെ തന്നെ കൂട്ടി നോക്ക്. ഈ നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മൾ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഈ നാവ് കൊണ്ട് നമുക്ക് അതിഭയങ്കരമായ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന കപ്പൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ചുക്കാൻ പോലെയാണ് നാവെന്നാണ്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മുടെ കൃപയെ നഷ്ടപ്പെടുത്താൻ, കൃപയെ ചോർത്തിക്കളയുവാൻ നാവ് കൊണ്ട് സാധിക്കും. ഒരു മനുഷ്യനെ ദുഷിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ദൈവകൃപയുടെ സമൃദ്ധിയാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അപ്പോൾ ആ കൃപയുടെ ആ മനോഹരത്വത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണ് പലപ്പോഴും അശുഭകരമായ വാക്ക്. നമ്മൾ എത്ര പ്രസംഗം കേട്ടാലും, എത്ര മീറ്റിങ്ങിലിരുന്നാലും, ഉപവാസം എടുത്താലും, പ്രാർത്ഥിച്ചാലും, ബൈബിൾ വായിച്ചാലും, ധ്യാനിച്ചാലും, അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചീത്ത പറഞ്ഞാൽ, പിള്ളേരെ ആണെങ്കിലും ഒരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ആ കൃപയുടെ ആ ലെവലിൽ നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ നാവ് കൊണ്ട് നമുക്ക് അങ്ങനെ അപകടമുണ്ട്. നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും ദോഷം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. നാവ് കൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മൾ ആത്മീകമായി വളരാത്ത ശിശുക്കളെ പോലെ ആകുന്നു. ഓക്കെ, അതുകൊണ്ട് നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ വലിയ കാട് കത്തിക്കുന്ന പോലെ ഈ നാവ് എപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വമ്പ് പറയുന്നുവെന്ന് കാണാം. അതൊരു തീ പോലെയാണ്. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അത് അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു നരകത്തിൻ്റെ തീ നമ്മുടെ ഉള്ളിൽ, മറ്റുള്ളവരുടെ ഉള്ളിൽ ഇടാൻ, ഒരാളുടെ ജീവചക്രത്തിന് തീ കൊടുത്താൻ, അനീതിയുടെ ഒരു ലോകത്ത് മലിനമായ ദേഹമായി ജീവചക്രത്തിന് തീ കൊടുത്തുവാൻ നാവ് മതി എന്നാണ്. നാവ് കൊണ്ട് നമുക്കൊരു അനീതി ലോകത്തെ സൃഷ്ടിക്കാൻ പറ്റും. നാവ് കൊണ്ട് ഒരനീതി ലോകം, 4 പരദൂഷണം മതി, ഒരു അനീതിയുടെ ലോകം ഉണ്ടായിക്കഴിഞ്ഞു. ഈ അനീതി ലോകം കൊണ്ട് നമ്മൾ നമ്മുടെ ദേഹത്തെ മലിനമാക്കുക. അപ്പോൾ നാവ് കൊണ്ട് അനീതിയുടെ ഒരു ലോകമുണ്ടാക്കി ഈ ദേഹം മലിനമാക്കി നമ്മുടെ ജീവിതചക്രത്തിന് തന്നെ തീ കൊടുത്ത് നരകത്തിൻ്റെ തീയുടെ ഗന്ധം, അതിൻ്റെ അനുഭവം നമ്മളിവിടെ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നാവ് കൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ നാവിൻ്റെ തെറ്റായ പ്രയോഗമാണ്. തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതൊരിക്കൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര സോറി പറഞ്ഞാലും ആ പറഞ്ഞത് അതങ്ങനെ കിടക്കും. അപ്പം നമ്മുടെ അനീതിയുടെ ഒരു ലോകം നമുക്ക് സൃഷ്ടിച്ചു തരുവാൻ നാവിന് കഴിയും. കാരണം മറ്റുള്ളവർ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം ഈ അനീതിയുടെ ലോകമാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ച കൃപയെ നമ്മളെ ദൈവം നീതീകരിച്ച കൃപയെ മറന്നു കളഞ്ഞുകൊണ്ട് അനീതിയുടെ ഒരു ലോകം സൃഷ്ടിച്ച് ആളുകളെ ശപിക്കുകയും ജീവചക്രത്തിന് തീ കൊടുക്കുകയും നരകത്തിൻ്റെ ചൂട്, ആ തീ അതിന് അനുഭവിക്കാൻ ഇടയാക്കുകയും ചെയ്യാൻ ശക്തിയുള്ള ഒരു സാധനമാണ് നാവ് എന്ന് ഇവിടെ പറയുന്നു. ഒരു കാട് കത്തിക്കാൻ ഉള്ള തീ പോലെ ഒരു സഭയോ കുടുംബമോ കത്തിക്കാൻ നാവ് മതി എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു നാവിൻ്റെ പ്രയോഗം, ഒരു കോമയുടെ ഡിഫറൻസ്, നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് സ്ട്രെസ്സിൻ്റെ ഡിഫറൻസ് മതി ഒരു കുടുംബത്തെ തകർത്ത് കളയാൻ.
ഓക്കെ, ഞാനൊരാളെ കൗൺസിൽ ചെയ്തപ്പം ആ മരുമോള് പറയാണ്, എൻ്റെ അമ്മായിയമ്മ എന്നെ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സംഭവം ചോദിച്ചപ്പോൾ എന്താണെന്നറിയാം, കുഞ്ഞിനെ അടിക്കുന്ന സമയത്ത് അമ്മായിയമ്മ ഇങ്ങനെ കാണിച്ചു കൊടുത്ത അടി 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 എന്ന കൊച്ചിനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മരുമോളുടെ നേരെ കാണിച്ചത്. അത് വലിയ സംഭവമായി മാറി. അപ്പോൾ ഒരു സ്ട്രെസ്സ് മാറുന്നത് ഒരു ഒരു തമാശ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹ്യൂമർ സെൻസിൽ പറയുന്ന ഒരു കാര്യം പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും അത് ഭീകരാവസ്ഥ പ്രാപിക്കുക, ഒരു അനീതിയുടെ ലോകം. പിന്നെ ഇവരെന്താ പറയുന്നറിയോ, അവർ ശരിയല്ല, അവരന്ന് എന്നോട് ചെയ്തത്, ഇങ്ങനെ അങ്ങ് തുടങ്ങുകയാണ്. ആ ലോകമോട് ആരംഭിക്കുകയാണ്. ഒരാളെ നശിപ്പിച്ച് കളയാൻ ആ ലോകത്തിന് മാത്രം മതി, ആ ലോകത്തിന് കഴിയും. ഈ ഒരു അനീതിയുടെ സ്പ്രെഡ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ഫോൺ എടുത്ത് 2 മിനിറ്റിനുള്ളിൽ ആരുടെയെങ്കിലും കുറ്റങ്ങൾക്കകത്തോട്ട് പോകും. അങ്ങനെ പോയേ പറ്റൂ. കാരണം ആ അനീതിൻ്റെ ലോകം സൃഷ്ടിക്കുന്ന തീയാണ് അവരുടെ നാവെന്ന് പറയുന്നത്. അങ്ങനെ നാവും ചെറിയൊരു അവയവമെങ്കിലും വമ്പ് പറയുന്നു, ഒരു തീയാണത്. അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്തു. നരകത്തിൻ്റെ ചൂട് ഇവിടെ അനുഭവിപ്പിക്കുവാൻ ഈ നാക്കിന് കഴിയും. ഇവിടെ പറയുന്ന മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവ എല്ലാം മനുഷ്യജാതി ഒരു മെരുങ്ങിയുമിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്ക് ആർക്കും മരിക്കാവുന്നതല്ല, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അപ്പോൾ ഒരാളെ കൊല്ലാനുള്ള പോയിസൺ ഈ നാവിനകത്തുണ്ടെന്നുള്ളതാണ്. 2 ദോഷം പറഞ്ഞാൽ മതി, ഒരാളെക്കുറിച്ച് ഒരു അപവാദം പറഞ്ഞാൽ മതി. എന്തെല്ലാം അപവാദങ്ങളാണ് ഓരോ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നത്. ചിലതൊക്കെ വെറും തെറ്റായിരിക്കും, പക്ഷെ അത് മതി അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ, കുടുംബത്തെ നശിപ്പിക്കാൻ. ഒരു ചെറിയ കാര്യം മതി. ഓക്കെ, അപ്പോൾ മരണകരമായ വിഷം, ഒരാളെ കൊല്ലാൻ തക്ക വിഷം നാവിനകത്തുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ പറയുന്നതിനകത്ത് ഒരു ഇത്തിരി വ്യത്യാസം വന്നാൽ മതി. അത്ര കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ചും വചനം എടുക്കാൻ, വചനം വ്യാഖ്യാനിക്കാൻ, വചനം പഠിക്കാൻ, വചനം വേറൊരാൾ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നാവ്, നിങ്ങളുടെ നാവ് ദൈവം ഉപയോഗിക്കണം. നിങ്ങളുടെ നാവിലൂടെ ദൈവം മഹത്വപ്പെടണം. നിങ്ങളുടെ നാവിലൂടെ ദൈവത്തിന് സ്തുതി കരയറ്റണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വേറൊരാളെക്കുറിച്ച് നിങ്ങൾ ആ നാവ് കൊണ്ട് ഒരു ദോഷവും സംസാരിക്കരുത്. നിങ്ങൾ പറയുന്നത് പറയാതിരിക്കാൻ പറ്റില്ല ബ്രദറെ, ആ തെറ്റ് വിട്ടേക്ക്, ദൈവത്തിന് കൊടുത്തേക്ക്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ കുറ്റം പറയുന്നത്. ഇവിടെ പറയുന്ന ഒരേ വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്ന സഹോദരന്മാർ എങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. അതായത് നിങ്ങളുടെ വായിൽ നിന്ന് ഒരേ സമയത്ത് തന്നെ സ്തോത്രവും അതേ സമയത്ത് തന്നെ ശാപവും പുറപ്പെടുന്നുവെങ്കിൽ അത് ഒട്ടും യോഗ്യമായ കാര്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവർഷം ഒലിവ് പഴവും മുന്തിരിവള്ളിൽ അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. അപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നതാണ്. എന്താണ് സംസാരിക്കുന്നത്? ഒരിക്കലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നാവിൽ നിന്ന് വേറൊരാൾ ദുഷിക്കാൻ അത് സാധ്യമല്ല. കാരണം ഇവിടെ പറയുന്ന അത്തിവൃക്ഷം ഒലിവ് പഴം ഉണ്ടാക്കുന്നില്ല, മുന്തിരിവള്ളി അത്തിപ്പഴം കായ്ക്കുന്നില്ല. ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം ഒരേ സമയത്ത് വരികയില്ല. അല്ലേ, 2 പ്രാവശ്യമായിട്ടും വരില്ല. ഒരു സോഴ്സിൽ നിന്ന് ആ സോഴ്സിലുള്ള വെള്ളം മാത്രമേ വരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളിലുള്ള, നിങ്ങൾ കർത്താവിൻ്റെ വചനം എടുക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ വചനം വേറൊരാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, വേറൊരാളുടെ കുറ്റം നിങ്ങൾ പറയുന്ന നാവാണ് അതെങ്കിൽ ആ കയ്പും ഈ മധുരവും കൂടെ ഒന്നിച്ചു പോവുകയില്ല. അതിൻ്റെ കാരണം ദൈവം നീതീകരിച്ചവരെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനുള്ള അധികാരമാണ് നഷ്ടപ്പെടുന്നത്. ഇന്ന് ശുശ്രൂഷയിൽ പലരും ക്ഷീണിച്ചിരിക്കുന്നതിൻ്റെ കാരണം അവർക്ക് നാവിലേക്ക് ദൈവം വചനം കൊടുക്കുന്നില്ല. കാരണം അവരുടെ നാവ് അവർ ഉപയോഗിക്കുന്നത് നിയന്ത്രണത്തിലല്ല, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടണം, തെറ്റ് കാണിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, അത് അയാളെ തന്നെ കാണിച്ചു കൊടുക്കണം, അത് അയാളെ തന്നെ. കാരണം അത് ഉപയോഗിക്കേണ്ടത് ദൈവം നമ്മെ എങ്ങനെ നടത്തുന്നു, എങ്ങനെ നമ്മളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ പറയും, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ജ്ഞാനി എന്ന് പറയുന്ന ആൾ എല്ലാവരും വിമർശിക്കുന്ന ആളല്ല. ജ്ഞാനി എന്ന് പറയുന്ന ആൾ എല്ലാവരുടെയും കുറ്റം പറഞ്ഞു നടക്കുന്ന ആളല്ല. നിങ്ങൾ ഒരു മനുഷ്യൻ്റെയും വ്യക്തിപരമായി കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ വളരെ നിശിതമായി പല കാര്യങ്ങളെ വിമർശിക്കുന്ന ആളാണ്, പക്ഷേ ഒരിക്കലും വ്യക്തികളെയല്ല. നമ്മൾ ചുറ്റും കാണുന്ന ക്രിസ്തുവിന് വിരോധമായ കാര്യങ്ങളെയാണ്, മനുഷ്യരെ വഞ്ചിക്കുന്ന, ഭയപ്പെടുത്തുന്ന മതങ്ങളെയാണ്. ഒരു പ്രത്യേക വ്യക്തിയല്ല, ഇവരെല്ലാം വഞ്ചനയിൽ അകപ്പെട്ടു പോയവരാണ്. ഇപ്പോൾ കള്ളപ്രവചന്മാരെ കുറിച്ച് പറയുമ്പോഴും അവരൊരു തെറ്റായ ആത്മാവിന് വിധേയരായിപ്പെട്ടു പോയവരാണ്. അവരും അവരുടെ മുമ്പിൽ ഇരിക്കുന്നവരും വിചാരിക്കുന്നത് ഈ ദൈവാത്മാവാണെന്ന് തന്നെയാണ്. അവർ ജെനുവിനായിട്ട് ദൈവാത്മാവ് ശുശ്രൂഷിക്കുന്നതാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നാവ് വമ്പ് പറയുമ്പോഴും, കള്ളം പറയുമ്പോഴും, വ്യാജം പറയുമ്പോഴും, ഈ വ്യാജം പറയുന്നത് പലപ്പോഴും പലയിടത്തും ഒരു ഫാഷനാണ്. പണ്ടൊരാൾ പറഞ്ഞത്, ഇന്നലെ പ്രസംഗത്തിൽ 40 പേര് കൈവക്കി. അപ്പോൾ കൂടെ ഒരാൾ പറഞ്ഞ് 4 പേരുണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ ഈ ശുശ്രൂഷകൻ പറയാണ്, ഞാൻ വിശ്വാസത്താൽ പറഞ്ഞതാണ്. വിശ്വാസത്താൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വ്യാജമാണ്.
വിശ്വാസത്താൽ ചിലരങ്ങ് കടത്തി പറയും. ഞങ്ങളുടെ ചർച്ചിൽ 100 പേര് വരുന്നുണ്ട്. വിശ്വാസത്താൽ കടത്തി പറയുന്നതാണ്, പക്ഷെ അത് വ്യാജമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത ഉണ്ടാക്കുന്നതല്ല, വ്യാജമായത് സൃഷ്ടിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ ആഗ്രഹിക്കുകയും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ജ്ഞാനിയും വിവേകിയുമായ ആളെപ്പോലെ സൗമ്യതയോടെ നല്ല നടപ്പിൽ ദൈവത്തിന് അനുയോജ്യമായ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്ന് യാക്കോബ് പറയുന്നു. അപ്പോൾ യാക്കോബ് ഇതുവരെ നമുക്ക് മുന്നറിയിപ്പ് വന്നിരിക്കുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധമാണ്. അതാണ് യാക്കോബിൻ്റെ ഏറ്റവും വലിയ കൺസേൺ. ഒരു വിശ്വാസി എങ്ങനെയാണ് അവൻ്റെ വിശ്വാസത്തെ കാണിക്കുന്നത്, വിശ്വാസം എങ്ങനെയാണ് അനുസരണത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത്, ഇതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ഷാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ബോഷ്ക്ക് പറയുകയും വരുത്. അപ്പം ഹൃദയത്തിൽ ഈർഷ്യയും ഷാഢ്യവും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വചനം സംസാരിക്കാൻ അധികാരമില്ല. നിങ്ങൾ പറയുമ്പോഴെല്ലാം അത് സത്യത്തിന് വിരോധമായൊരു പ്രശംസയും ബോഷ്ക്കുമായിട്ട് മാറും. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ, ശത്രുക്കളെ സ്നേഹിക്കണം സഹോദരങ്ങളെ, ആരോടും വിരോധം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്ക് വിരോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ശരിക്കും ബോഷ്ക്കാണ് പറയുന്നത്. ഞാൻ ബോഷ്ക്കാണ് പറയുന്നത്. സത്യത്തിന് വിരോധമായി ഞാൻ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്പും ഈർഷ്യയും ഉണ്ടെങ്കിൽ നമ്മൾ വചനം കൂടെ എടുക്കാൻ പറ്റില്ല, ദൈവത്തെ സ്തോത്രം ചെയ്യാൻ സാധിക്കില്ല. ഈ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവർ എല്ലാറ്റിനുമായിട്ടാണ് സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം ഓർത്തണം. അപ്പോൾ ഒരാളെ ദുഷിക്കുവാൻ ഒരിക്കലും ഈ നാവ് ഉപയോഗിക്കരുതെന്ന് യാക്കോബ് പറയുന്നു. അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത്ര. അപ്പം വേറൊരാളെ നമ്മൾ കുറ്റം പറയുന്നതും വിമർശിക്കുന്നതും വലിയ ജ്ഞാനികളാണെന്ന് വിചാരിച്ചിട്ടാണ്. ചിലർക്ക് ഉപദേശിക്കുന്ന കേട്ടാൽ നമ്മൾ തളർന്നു പോകും. അതുപോലത്തെ ഉപദേശമാണ് യോബിന് തൻ്റെ സുഹൃത്തുക്കൾ കൊടുത്ത പോലത്തുള്ള ഉപദേശം. ഈ ഉപദേശങ്ങൾ കേൾക്കുന്നത് ശരിക്കും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമല്ല, അത് ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ഭൂമിയിലുള്ളതും നമ്മുടെ പ്രകൃതിനൊത്തതും സാത്താനിൽ നിന്ന് വരുന്നതുമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആളുകൾ പറയുന്ന പറഞ്ഞു പോയതാ ബ്രദറെ, അറിയാതെ പറഞ്ഞു പോയതാ ബ്രദറെ, അറിയാതെ പറഞ്ഞു പോകുന്ന സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സംഭവിക്കാം. പക്ഷേ ഒരു വാക്യം ഒരാൾ അറിയാതെ പറഞ്ഞു പോകുമല്ല, കാരണം അത് ഹൃദയം നിറഞ്ഞ് കവിയാതെ അതരങ്ങളിൽ നിന്ന് വരത്തില്ല. ഹൃദയത്തിൽ കയ്പും വൈരാഗ്യവും ഇരിക്കുന്നിടത്തോളം കാലം പറഞ്ഞു പോവും, വാക്ക് വരും, വാക്കങ്ങനെ ഉപയോഗിക്കും. അത് മനുഷ്യൻ്റെ പ്രവണതയാണ്, മനുഷ്യൻ അങ്ങനെയാണ്. ഈർഷ്യയും ഷാഢ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഉയരത്തിൽ നിന്നുള്ളവരാണോ താഴെ നിന്നുള്ളവരാണോ? ഭൗമികമായൊരു ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നത്? അത് ഉയരത്തിൽ നിന്ന് കർത്താവ് തന്ന പരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ നാവിനെ എങ്ങനെ നമ്മൾ കരുതുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ നാവ് വേറൊരാളെ പണിയാൻ വേണ്ടി, ബിൽഡ് ചെയ്യാൻ വേണ്ടി, കർത്താവിൽ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം. അതേസമയത്ത് അവനെ തകർത്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കാം. ചിലപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ പറയും, നിന്നെ എന്തിന് കൊള്ളാം, നീ അപ്പുറത്തെ പയ്യനെ നോക്ക്, അവനൊക്കെ എന്തും മിടുക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവനെ കൊന്നു കളയുന്ന പോലെയാണത്. ആ കമ്പാരിസൺ ആ കുട്ടിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നതിന് മാത്രമല്ല, നിങ്ങളുടെ വിരോധം അയാളുടെ ഉള്ളിൽ വളരുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ. എന്നിട്ട് വലുതാകുമ്പോൾ അവൻ എന്നെ അനുസരിക്കുന്നില്ല പാസ്റ്ററെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ വിരോധം ഉണ്ടാകുന്ന രീതിയിൽ, പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രായമായി കഴിയുമ്പോൾ അകത്തിരുന്ന പക കാരണം അവനൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വൈരാഗ്യം മാറ്റിക്കളയാൻ പറ്റുന്നില്ല, അത് ഉള്ളിൽ നിന്ന് നീറുകയാണ്. നമ്മൾ ആർക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കും അവരുടെ ഉള്ളത്തിൽ മുറിവുകളുണ്ടാക്കുകയും അത് വർഷങ്ങളോളം അവരെ ബാധിക്കുകയും ചെയ്യും. പ്രായമായാൽ പോലും ബാധിക്കും. ചെറുപ്പത്തിലെ ഇങ്ങനെ വെർബൽ അബ്യൂസ് ഒത്തിരി കേട്ട് വളർന്ന പിള്ളേർക്ക് പ്രായമാകുമ്പം അതിൻ്റേതായ പ്രോബ്ലംസ്, അതിൻ്റേതായ മനഃശാസ്ത്രപരമായ പ്രോബ്ലംസ് ഉണ്ടാവും, പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, മറ്റുള്ളവരുടെ റിലേറ്റ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ വാക്ക് അനേകരെ കൊല്ലാൻ ശക്തിയുള്ളതാണ്, തീ പിടിപ്പിക്കാൻ ശക്തിയുള്ളതാണ്, അനീതിയുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ്, അത് ജീവചക്രത്തിന് തീ കൊളുത്തുന്നതാണ്, നമ്മുടെ ജീവിതം മുഴുവൻ ഈ തീക്കകത്ത് പെട്ടുപോകുവാൻ അത് കാരണമായി തീരുന്നതാണ് എന്ന് നമുക്കറിയാം. ഈർഷ്യയും ഷാഢ്യവും കലക്കവും ഉണ്ടെങ്കിൽ ഈ നാവിൽ നിന്ന് ഇത് വേണ്ടാത്ത വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നാവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന് ക്ലിപ്പിടുകയല്ല ചെയ്യുന്നത്, ഹൃദയത്തിന് ക്ലിപ്പിടുകയാണ് വേണ്ടത്. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ഹൃദയത്തിലെ മലിനതകളെ നീക്കുന്ന ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം പ്രാപിക്കുകയും അങ്ങനെ ശുദ്ധീകരണം പ്രാപിച്ച വിശുദ്ധന്മാർ മുമ്പിലിരിക്കുമ്പോൾ അത് വലിയ ആനന്ദത്തോടെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായവരെ എണ്ണുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വിളിയുടെ ഭാഗമാണ്. അപ്പോൾ ഈർഷ്യയും ഷാഢ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, എന്തൊക്കെയാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ജ്ഞാനമുള്ളവരാണെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ, ഒന്നാമതത് നിർമ്മലമായിരിക്കും, പ്യുവറായിരിക്കും. ഇംപ്യൂർ ആയിട്ടുള്ളൊരു ലൈഫിൽ നിന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം പുറപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്. ക്രിസ്തുവിനെ നമ്മൾ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്യൂരിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇംപ്യൂർ ആയിട്ടുള്ളതെല്ലാം, അശുദ്ധമായിട്ടുള്ളതെല്ലാം പോയിക്കൊണ്ടിരിക്കും. അതിനെയാണ് ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത്. ഹൂ ഈസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ, ഒന്നാമതത് പ്യുവറായിരിക്കും.
പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയുള്ളതും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമായിരിക്കും. അപ്പോൾ ഉയരത്തിൽ നിന്ന് ജ്ഞാനമുള്ള ഒരാൾ മുഖപക്ഷം കാണിക്കുകയില്ല. ഉയരത്തിൽ നിന്ന് ജ്ഞാനമുള്ള ഒരാൾ കപടമില്ലാത്ത ആളായിരിക്കും. ഉയരത്തിൽ നിന്ന് ജ്ഞാനമുള്ളയാൾ സൽഫലം നിറഞ്ഞയാളും സമാധാനവും ശാന്തതയും അനുസരണവും കരുണയുമുള്ള ആളായിരിക്കും. ഉയരത്തിൽ നിന്ന് ജ്ഞാനമുള്ളയാൾ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളായിരിക്കും, പ്യുവറായിരിക്കും, എൻ്റെ ചിന്തകളിൽ പ്യുവറായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുകയും പുൽപ്പിറ്റുകൾ അടിച്ചു പൊട്ടിക്കുമാർ ഉയരത്തിൽ സംസാരിക്കുകയും വലിയ നീതിയുടെ വേഷം ധരിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ കപടമുള്ളവരും പക്ഷപാതമുള്ളവരും, അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിച്ച പോലെ ജാതിപരമായ പക്ഷപാതം, മുഖപക്ഷം, ഓക്കെ, വിവാഹം ആലോചിക്കുന്ന കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ എല്ലാം ഈ ജാതിപരമായ പക്ഷപാതം അല്ലെ മുഖപക്ഷം, ഇതെല്ലാം ഉയരത്തിൽ നിന്നുള്ളതല്ല, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ഭൗമികവും പ്രാകൃതവും പൈശാചികവുമാണ്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അതിനകത്തൊരു പക്ഷപാതമില്ല, കപടമില്ല, സൽഫലം നിറഞ്ഞതും കരുണയും അനുസരണമുള്ളതും ശാന്തയും സമാധാനവും നിർമ്മലതയും ഉള്ളതുമാണ്. അപ്പോൾ അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഈ ലോകത്തിലെ വൃത്തികേടുകളുമായി യോജിച്ചു പോവുകയില്ല. മനുഷ്യരോട് കൈപ്പുവെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമില്ല. ഓക്കെ, അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എങ്ങനെ കണ്ടുപിടിക്കാം? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് നിർമ്മലമായിരിക്കും, പ്യുവറായിരിക്കും. വ്യഭിചാരം ചെയ്തും മോഷ്ടിച്ചും മറ്റുള്ളവർ തട്ടിച്ചും വഞ്ചനവാക്ക് ചക്കരവാക്കും പറഞ്ഞു അതേ സമയത്ത് തന്നെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രസംഗിക്കുക അങ്ങനെ നടക്കില്ല. നമ്മൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്യൂരിറ്റിയിലേക്ക് നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ സമയത്തും ക്രിസ്തുവിനെ പോലെ പ്യുവറാകാനുള്ളൊരു ബേർഡൻ നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം നിക്ഷേപിക്കും. നമ്മളങ്ങനെ അല്ലെങ്കിലും ആണെങ്കിലും അങ്ങോട്ട് പോകാനുള്ളൊരു വെമ്പൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. പിന്നെ സമാധാനം, നമ്മുടെ ഹൃദയത്തിലും ചുറ്റുമുള്ളവരോടും നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ ആക്രമിക്കായിരിക്കും, എന്നാൽ സമാധാനം ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഈ പക്ഷപാതവും കപടവും ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ തന്നെ ബുദ്ധിമുട്ടായി വന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പക്ഷപാതമില്ലാതെ എല്ലാവരും ഒരുപോലെ നോക്കാൻ നമുക്ക് സാധിക്കും, ഒരേ ആത്മാവിൽ കാണാൻ സാധിക്കും. അപ്പോൾ കപടമില്ലാത്ത ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ക്രിസ്തു നടന്ന പോലെ നടക്കാനുള്ള ജ്ഞാനം, ഈ ജ്ഞാനമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടതും. ആ ജ്ഞാനമാണ് ഉയരത്തിൽ നിന്ന് വരുന്നതും. ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനത്തിൽ യാതൊരു വിധത്തിലുള്ള മലിനതയുമില്ല. ഇവിടെ പറയുന്നത് സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പോൾ നമ്മൾ ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീതിമാന്മാരായി മാറുന്നുള്ളതാണ്. അത് സമാധാനം, മറ്റുള്ളവർക്കും സമാധാനം നൽകുവാൻ നമ്മൾ. പക്ഷേ ഒരു കാര്യം നമ്മൾ വിചാരിക്കണം, മറ്റുള്ളവർക്ക് എത്ര സമാധാനം ലഭിച്ചാലും നമുക്ക് അവർ സമാധാനം തരണം നിർബന്ധമില്ല, അവർ സമാധാനം കണ്ടെത്തണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്നേഹമായിട്ട് പെരുമാറിയാലും ലോകം നമ്മോട് ശത്രുത്വം കാണിക്കും. അതിൻ്റെ വേദനകൾ നമുക്കുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ നീതി നമുക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായാൽ നമുക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും. അതിനർത്ഥം നമുക്ക് തിരിച്ച് സമാധാനം ലഭിക്കണമെന്നല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് സമാധാനത്തോടെ പെരുമാറണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ സമാധാനത്തോടെ പെരുമാറുമ്പോൾ നമുക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. നീതി എന്ന സമാധാന ഫലം, പ്രിയ സഹോദരങ്ങളെ, നീതി എന്ന സമാധാന ഫലം നമ്മൾ എബ്രായ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. നമ്മൾ ഒരാളോട് സൗമ്യമായി ഇടപെടുന്നു, സമാധാനത്തോടെ ഇടപെടുന്നു, അയാൾ നമ്മളോട് ക്രൂദ്ധിക്കുന്നു, പക്ഷെ നമ്മളോട് അയാൾ സമാധാനം സ്ഥാപിക്കുന്ന നിർബന്ധമില്ല. പക്ഷേ നീതി എന്ന സമാധാന ഫലം നമുക്ക് ലഭിച്ചിരിക്കും. നമ്മൾ ഏത് രീതിയിൽ ഇടപെടുന്നു അതിലൂടെയാണ് നമുക്ക് ആ നീതിയുടെ സമാധാന ഫലം. മറ്റൊരാൾ എങ്ങനെ ഇടപെടുന്നുള്ള പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിലുള്ള ജീവൻ, ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, മുഖപക്ഷമില്ലാത്ത കപടമില്ലാത്ത സമാധാനമുണ്ടാക്കുന്ന ജ്ഞാനം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിരിച്ചവർ നമുക്ക് സമാധാനം തന്നില്ലെങ്കിലും നമ്മൾ നീതി എന്ന സമാധാന ഫലം കൊയ്യുന്നവരായി മാറുമെന്നാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ യാക്കോബിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്, യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭക്തി എന്ന് പറയുന്ന പുറമേയുള്ള ഭാവങ്ങൾ, വിശ്വാസത്തിൻ്റെ പുറമേയുള്ള പ്രഖ്യാപനങ്ങൾ, ഇതുകൊണ്ടൊന്നും നീതി ഉണ്ടാവുകയില്ല, ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാവുകയില്ല എന്നാണ്. നിങ്ങൾ എത്ര വിശ്വാസികളാണെന്ന് പ്രൊഫസ് ചെയ്താലും, നിങ്ങൾ മുഖപക്ഷം കാണിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രജുഡിസോടുകൂടി, മുൻവിധിയോടുകൂടി നോക്കിക്കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ സഭയിൽ വരുന്നവരെ രണ്ട് രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസം തെറ്റാണ് എന്ന് യാക്കോബ് പറയുന്നു. രണ്ടാമത്തെ കാര്യം, സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവിടെ പറയുന്നത്, എൻ്റെ കയ്യിലുള്ള പണം ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്കതിനുള്ള ധൈര്യം ലഭിക്കുന്നില്ലെങ്കിൽ, എനിക്കതിന് ആഗ്രഹം പോലും തോന്നുന്നില്ലെങ്കിൽ, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല, നമ്മുടെ വിശ്വാസം തെറ്റാണ് എന്ന് പൗലോസ് യാക്കോബ് പറയുന്നു. കാരണം ഇത് ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ ഇപ്പോൾ പറഞ്ഞത് നാക്കിനെക്കുറിച്ചാണ്. ഇതും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും
കുഞ്ഞാടിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ പ്രഘോഷിക്കുകയും ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്നിട്ടും നാവ് നമ്മൾ വേറൊരു സഹോദരനെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ വിശ്വാസം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തിയും കൂടെ വേണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. അതായത് അതിനർത്ഥം പ്രവൃത്തി വിശ്വാസത്തിനോട് കൂട്ടിച്ചേർക്കണമെന്നല്ല, പ്രവൃത്തിയായി മാറുന്ന വിശ്വാസം നമുക്ക് വേണമെന്നുള്ളതാണ്. വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ഫെയ്ത്ത് അലോൺ, ബട്ട് ദറ്റ് എ ഫെയ്ത്ത് ദറ്റ് പ്രൊഡ്യൂസസ് വർക്ക്സ്. ആ ഫെയ്ത്ത് തന്നെയാണോ എന്ന് പരിശോധിക്കുവാനും ആ ഫെയ്ത്ത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടോ, അത് സ്ഥിരത പ്രാപിച്ചിട്ടുണ്ടോ എന്നറിയുവാനും ഈ ലേഖനം നമ്മളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈർഷ്യയും ഷാഢ്യവും ഉള്ളിടത്ത് ദുഷ്പ്രവൃത്തി ഉണ്ടെന്നാൽ ഉയർത്തിയെന്ന് ജ്ഞാനം വരുന്നിടത്ത് സമാധാനമുണ്ട്. സമാധാനമുണ്ടാക്കുന്നവർക്കാണ് സമാധാനത്തിൻ്റെ നീതിയുടെ സമാധാന ഫലം രണ്ടും ഒന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ നീതി എന്ന ദൈവവുമായി സമാധാനമുണ്ടാക്കുന്ന ആ ഫലം നമുക്ക് ദൈവം നൽകും. അത് നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, എത്ര വേദനയിലൂടെ പോയാലും പ്രൊവോക്കേഷനിൽ പോയാലും നമ്മുടെ ഹൃദയത്തിലുള്ളത് മാത്രമേ വെളി വരികയുള്ളൂ. ഹൃദയത്തിൽ കർത്താവിൻ്റെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിൽ നമുക്ക് എല്ലാറ്റിനെയും ആ ജ്ഞാനത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറും. വേറൊരാൾ എന്തുകൊണ്ട് മോശമായിട്ട് പെരുമാറി എന്ന് നമുക്ക് ഹൃദയത്തിൽ പറയാൻ പറ്റും. കാരണം അവനും ഒരു അടിമയാണ്, എന്നെപ്പോലെ പാപത്തിൻ്റെ അടിമയാണ്. അവനും ആ തെറ്റുപറ്റാം, എനിക്കും ആ തെറ്റുപറ്റാം. എല്ലാം ക്ഷമിക്കുന്നവനായൊരു ദൈവമുണ്ട്. ഇത് സമാധാനത്തിൻ്റെ ചിന്തയാണ്, ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമാണ്. അത് നീതി എന്ന സമാധാന ഫലം എനിക്ക് തരുന്ന കാര്യമാണ്. അതേസമയത്ത് ഞാൻ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും എല്ലാവരും ചീത്ത പറയുകയും എല്ലാവരും വിധിക്കുകയും ആർക്കും ഒരു 5 പൈസ കൊടുക്കാതിരിക്കുക എന്നാൽ നല്ല മനോഹരമായിട്ട് കഥകളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയും ചെയ്യുന്നവരെ ഓർത്തുകൊള്ളുക. ദീർഘമായി പ്രാർത്ഥിക്കുന്നവരെ, വിധവമാരുടെ വീടുകൾ ഒഴുകുമാർ 5000 രൂപയാണ് ദീർഘമായി പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോസ്തലന്മാർ കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നത് നിങ്ങളുടെ ശിക്ഷാവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് വിശ്വാസമില്ലായിരിക്കെ വിശ്വാസത്തിൻ്റെ വേഷം കിട്ടുന്ന അനേകം ആളുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ പരിശോധിക്കുക, തിരിച്ചറിയുക, നമ്മുടെ വിശ്വാസം ശരിക്കും ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് തന്ന രക്ഷയ്ക്കായി, രക്ഷയുടെ സ്ഥിരമായ വിശ്വാസത്തിൻ്റെ സ്ഥിരമായ കർത്താവെ നിലനിൽപ്പിനായി, അതിൻ്റെ തുടർച്ചയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ ഞങ്ങൾ കാണപ്പെടരുത്. അവിടെ ഞങ്ങൾക്ക് തന്ന വിശ്വാസത്തെ അന്ത്യത്തോളം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ കർത്താവ് തന്നെ സൂക്ഷിച്ചു കൊള്ളുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നു കർത്താവെ. അതേസമയത്ത് ഞങ്ങളുടെ വിശ്വാസം ജെനുവിനാണോ, ഞങ്ങൾ അങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അങ്ങയുടെ മഹത്വത്തെയാണോ അന്വേഷിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള പരിജ്ഞാനം, ഓരോ നിമിഷവും അത് തിരിച്ചറിയേണ്ട പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.